Assalamu alaikum. Today we are going to do the learn with fun of the lesson more on Impress. Last class we have completed more on Impress, right? So today we are going to do learn with fun in that. Okay, page number 62. Before that, we are going to have a look at the summary of more on Impress lesson. Okay, the first thing that we learned was LibreOffice Impress is it's full of worksheet, right? So it is also known as worksheet software, right? So here we know how to animate the text, we know how to animate the slides, we know how to animate the object, how to insert the object, everything, right? So it was very interesting also. So I hope you all understood it well. So today, summary. Animation helps you to add visual and sound effect to text, pictures and charts, etc. We can give animation to text. Text means the writing in the slides, and the slides means a page. And chart means inside that the chart, the pie chart, the graph and all, whatever we are drawing, all those things, animations we learned. Right, I showed you that how a honeybee is flying to a tree. Yes, you know that, right? So that part. Then transition effect appears when one slide changes to the other during the slideshow. Slideshow സമയത്ത് എന്താണ് ഈ ട്രാൻസിഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്? ഒരു സ്ലൈഡിൽ നിന്ന് മറ്റു സ്ലൈഡിലേക്ക് പോകുമ്പം അതിൻ്റെ ഇടയിൽ ഉണ്ടാവുന്ന സ്ലൈഡിലെ ചിലപ്പോൾ എന്ത് ചെയ്യും, ഇതിങ്ങനെ രണ്ട് സ്ലൈഡായിരിക്കും, ഒരു സ്ലൈഡ് ഇങ്ങനെ പോയിട്ട് നെക്സ്റ്റ് സ്ലൈഡ് വരുന്നത്, അല്ലെങ്കിൽ ഹാർട്ട് ഷേപ്പിൽ, അല്ലെങ്കിൽ ഓവൽ ഷേപ്പിൽ, അല്ലെങ്കിൽ ട്രയാങ്കിൾ, ഏതെങ്കിലും ഒരു ഷേപ്പിൽ എന്തായിരിക്കും നെക്സ്റ്റ് സ്ലൈഡ് കാണിക്കുന്നത്, അല്ലെങ്കിൽ നെക്സ്റ്റ് പേജ് കാണിക്കുന്നത്, അല്ലേ? അതിനെയാണ് നമ്മൾ ട്രാൻസിഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. Sound and movie can be added to a presentation to make the presentation interesting for the audience. I told you, when we are doing this worksheet or when we are doing this PowerPoint presentation or when we are doing this Impress, we are doing this during training and all, അല്ലേ? ട്രെയിനിങ്ങിൻ്റെ സമയത്തൊക്കെയാണ് നമ്മളിത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു, അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് ഒന്നും കൂടെ അട്രാക്റ്റീവ് ആവാൻ, ഒന്നും കൂടെ ഇൻട്രസ്റ്റിംഗ് ആവാൻ നമ്മൾക്ക് എന്ത് ചെയ്യാം? ഓഡിയൻസ് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പം ഒന്നും കൂടെ ഇൻട്രസ്റ്റിംഗ് ആവാൻ നമ്മൾക്ക് കുറേ എഫക്ട്സും സൗണ്ടും അതുപോലെ കുറച്ച് വീഡിയോ ക്ലിപ്സും ഒക്കെ കൊടുക്കുമ്പോൾ എന്താകും? ഇറ്റ് വിൽ ബി മോർ ഇൻട്രസ്റ്റിംഗ്. Okay, next one, motion path is an animation effect used to move an object or a text in a specified path. Motion path എന്താണ്? മോഷൻ എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യേണ്ട, പാത്ത് എന്ന് പറഞ്ഞാൽ വൈ, അല്ലേ? പാത്ത് മൂവ് ചെയ്യേണ്ട വൈ ഇങ്ങനെ കാണിച്ചെടുക്കുമ്പോൾ ആ വൈയിലൂടെ ഇങ്ങനെ നമ്മളുടെ ഓരോ ഒബ്ജക്ട്സ് പറക്കുന്ന പോലെ നടക്കുന്ന പോലെയൊക്കെ കാണിക്കും, അല്ലേ? അതിനെയാണ് നമ്മൾ എന്താ പറയുക? മോഷൻ പാത്ത് അനിമേഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് മോഷൻ പാത്ത് ഹിസ് എൻ അനിമേഷൻ എഫക്റ്റ്. ആ ഒരു അനിമേഷൻ എഫക്റ്റ് ആണ് അത്. ആ എഫക്റ്റ് കൊടുക്കുന്ന മോഷൻ പാത്ത് എന്നുള്ള ഓപ്ഷനിലൂടെയാണ്. എന്തിനെ? ഒരു സ്പെസിഫൈഡ് പാത്തിലൂടെ പോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് മോഷൻ പാത്ത് എന്ന് പറയുന്ന ഓപ്ഷൻ എന്നാണ് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ, യു ക്യാൻ ഇൻസേർട്ട് എ ഹൈപ്പർ ലിങ്ക് ടു ഓപ്പൺ എനി ഡോക്യുമെൻറ്റ് ഡ്യൂറിങ് എ പ്രസൻറ്റേഷൻ. ഒരു പ്രസൻറ്റേഷൻ സമയത്ത് നെറ്റൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഹൈപ്പർ ലിങ്ക് അവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹൈപ്പർ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ എന്താകും? നെക്സ്റ്റ് പേജിലേക്കോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ലിങ്ക് ഉള്ളതിലേക്ക് അവിടെ വെച്ചിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ മാം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, ഒരു അനിമൽസിൻ്റെ ഒരു ഹൈപ്പർ ലിങ്ക് ആണ് അതിനകത്തുണ്ടെങ്കിൽ ആ അനിമൽസ് ക്ലിക്ക് ചെയ്താൽ കുറേ അനിമൽസിൻ്റെ പിക്ചർ വേറൊരു പേജിൽ നെറ്റുമായി കണക്ട് ചെയ്തിട്ട് കുറേ ഡീറ്റെയിൽസ് വരും. അതിനെയാണ് നമ്മൾ എന്ത് പറയാം? ഹൈപ്പർ ലിങ്ക് എന്ന് പറയാം. ഓക്കെ, LibreOffice Impress ഹാവ് സെവറൽ വ്യൂസ്. വ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം അത് കാണിച്ചു തരാൻ പല വ്യൂസ് ഉണ്ട്. അതായത് ഷോർട്ടായിട്ട് കാണിച്ചു തരും, വലുതായിട്ട് കാണിച്ചു തരും, നോർമൽ വ്യൂവിൽ കാണിച്ചു തരും, അതുപോലെ ഔട്ട്ലൈൻ വ്യൂവിൽ കാണിച്ചു തരും, നോട്ട് വ്യൂവിൽ കുറേ സ്ലൈഡുകൾ ഉണ്ടാവും, അല്ലേ? അപ്പോൾ എല്ലാം ഒരുമിച്ചൊന്ന് നമുക്ക് കണ്ട് ഫൈനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ വ്യൂ എന്ന് പറഞ്ഞാൽ ആ സ്ലൈഡുകൾ കാണിച്ചു തരേണ്ട രൂപത്തിനെയാണ് നമ്മൾ വ്യൂ എന്ന് പറയാം. ഓക്കെ, ആ വ്യൂസ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് വ്യൂസുകളാണ് നോർമൽ വ്യൂ, ഔട്ട്ലൈൻ വ്യൂ, നോട്ട് വ്യൂ, ഹാൻഡ് ഔട്ട് വ്യൂ ആൻഡ് സ്ലൈഡ് സോർട്ടർ വ്യൂ. ഈ 5 വ്യൂസും എന്താണെന്ന് അറിയണം, അത് പഠിക്കുക വേണം കേട്ടോ മക്കളെ. So this is the summary of this lesson. Now we are going to do learn with fun, and beware, you are going to learn this, okay? Because this is coming for the next exam which is going to be conducted this month. Okay, so you are going to write it, complete it and be a good student. Write fast. Okay.
Fill in the blanks. Dash displays all slides as thumbnail. Slide sort of view. Right there. Slide sort of view. Displays all sides in thumbnail, that is small photos. It will show slide sort of view. Dash helps you add visual and sound effects to text or object. Which will visual and sound effect? That is animation. Right there. Animation. Dash option is used to create a link to any other website. Which will create any other link to website? That is internet, right? Internet option provides, okay. Internet option is used to create a link to any website. Dash is a pictorial representation of numeric data. Which is the pictorial representation of numeric data? In a picture, that is chart. It is important, okay children, learn this part. It is dash is the main editing view. Which is the main editing view? Which view? Normal view. Normal view is the main editing view. Dash shows helps to display part of presentation for specific audience. Specific audience, that is customer slideshow. Customer slideshow helps to display the part of presentation for specific audience. Dash describes the aim of the content of the chart. That is chart title. Chart title. Dash is a connection from one slide to another presentation on any other file. That is hyperlink. Connection, hyperlink. LINK. Okay. Next one, true or false. Slide transition are the animation like effect. Slide transition is animation like effect. Yes, the slide transition means it's an effect. So write there true. You cannot add a sound or movie file in a slide. It is false. We can add, right? So it is false. LibreOffice Impress has 5 views that allows you to see presentation content. True. 5 views are there, we learned, right? Document option is used to create link to a new document. Document option false. Reorder option allows you to decide how to start the animation of a picture. True. Okay, so it is true, false, true. Next, match the following. Add effect. From where you will add effect? Effect is there, right? So entrance effect. Right here one. End slide show. End slideshow. To end, you will press escape. Display preview slide. How to display a preview slide? Display preview slide. Backspace, right? So right here, backspace. Animation. How will you give animation? That effect. Right, moving effect. Right, moving effect. Then value axis is vertical axis. Okay, so 5, 4, 1, 3, 2. Finish. Next part is multiple choice question. First one, normal view has dash working area. How many working areas are there for normal view? 3 parts are there. Okay, so just take this one. Dash view displays slides in full screen mode. Full screen mode. Avan enda cheya? Just slideshow. Next one, third one. Chart icon is on the dash bar. Chart icon എവിടുന്നാ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നേ?
It is in which bar? Which bar, children? Standard bar. Okay, not formatting bar. Formatting bar means it is about the text. Drawing is to draw. Chart is in standard bar. So tick that one. Standard bar. Next one. Dash view allows to make notes under the slide. That is note. Slide transition option is present in the dash menu. Which menu there is slide transition? Slide transition means what? What is mean by the slide transition? The slide moving, right? So where it will be? It will be in the slideshow. When you click on slideshow, it will allow the option that it is in the slide transition is in the slideshow. Next one, you can enter data in the presentation by clicking on dash icon. Yes, that is, you can enter data in the presentation by clicking on dash icon. Chart, chart type, chart data table, chart data table. Short key for slideshow view is to display slide in full screen. In full screen is F5. Okay, this is in full screen. Learn this one. F5 is to full screen mode. Okay. Next, answer the following. First one, explain normal view. Answer. When we open LibreOffice Impress presentation, the default selection is normal view. It is the main editing view where we can edit, where we can write and design the presentation. Question number 2. What do you mean by an animation? Answer 2. Animation in LibreOffice Impress is an interesting and an exciting feature. Animation helps to add visual and sound effect to a text, picture, chart, etc. We can animate text, graphics, sound, movies, chart and other objects so that we can set up the way how the text or object should appear in your slide. Question number 3. How can you set animation to an object? Answer 3. Step 1. Select the picture from the slide. Step 2. Click on the custom animation button. Task pane appears on the right side of the window. Step 3. Click on add effect button. Step 4. Click on checker box and click on OK button. Step 5. Select after preview option from the start combo box. Step 6. Click on the play button on the custom animation task pane. Question number 4. What is mean by motion path? Answer number 4. Motion path is an animation effect used for moving an object or text in a specified path. Question number 5. Explain custom slideshow. Answer number 5. Custom slideshow helps to display part of a presentation for a specific audience. Using this option to display selected slides depending upon the audience. Question number 6. What do you mean by animation timing? Answer 6. Options in the animation pane box allows to decide how to start the animation of the pictures and in which order it should be displayed. Question number 7. Explain any 3 slideshow control. Answer. Next. Move to the next slide. Previous. Move to the previous slide. End show. It is used to stop the slideshow or escape key. Question number 8. Write note about chart wall and legend. Answer. Chart wall. The chart wall is a window within the chart area. It contains the actual chart itself and includes plotted data, data series, categories, and value axis. Legend. It depicts the colors,
patterns, or the symbols which are assigned to the data series. By this, we completed our more on Impress lesson. Okay, so hope you all understood the lesson also and completed the lesson also. If not, complete it very fast and start learning also. Okay, because this exam is going to be very tough because it is out of 50 and it will be questions will be asked from the textbook also. ഓക്കെ ടെക്സ്റ്റ് ബുക്ക് നാത്തുനിന്ന് ചോദിക്കും പാഠം നന്നായിട്ട് വായിക്കണം എല്ലാ ലെസൻ്റെ ഒബ്ജക്റ്റീവ്സ് അറിഞ്ഞിരിക്കണം ഓക്കെ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ലെസൺ 5th എടുക്കുന്നതായിരിക്കും ഓക്കെ നമ്മൾക്ക് ലെസൺ 4 കംപ്ലീറ്റ് ആയി 5th ലെസൺസ് നമുക്ക് എടുക്കാം 5th ലെസൺ നമുക്ക് എടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ നന്നായിട്ട് പഠിക്കാം വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു